നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. നിതിൻ, ഇനി ഈ സിദ്ദിഖ് എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധത്തിനെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസമായി സിദ്ദിഖിനെ കണ്ടെത്താനാവാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഒളിച്ചുകളിയാണെന്നാണ് ഉയരുന്ന ഒരു ആക്ഷേപം. അതേസമയം സിദ്ദിഖിന്റെ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുന്നു. സിദ്ദിഖിനെ തേടിയുള്ള അന്വേഷണം വെറും പ്രഹസനമായി തന്നെ നിൽക്കുകയാണോ? തീർച്ചയായും ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ആ നിമിഷം മുതൽ സിദ്ദിഖിന് വേണ്ടി പോലീസ് വലവിരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ സിദ്ദിഖ് എവിടെയാണെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് അന്വേഷണ സംഘം പുറത്തിറക്കിയിരുന്നു. ഇന്ന് മാധ്യമങ്ങളിലൂടെയും ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടിട്ടുണ്ട്. സിദ്ദിഖിനെ കണ്ടെത്തിയാൽ ഉടൻ പോലീസിൽ അറിയിക്കണമെന്നാണ് ലുക്കൌട്ട് നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ സിദ്ദിഖ് എവിടെയാണെന്ന ചോദ്യത്തിന് അന്വേഷണ സംഘം ഇപ്പോഴും മൗനം തുടരുകയാണ്. എറണാകുളം ജില്ല വിട്ടുപോയിട്ടുണ്ട് സിദ്ദിഖ് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം. സംസ്ഥാനം വിട്ടുപോയിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ അടക്കം ലുക്കൌട്ട് സർക്കുലർ കൊടുത്ത ഒരു സാഹചര്യത്തിൽ രാജ്യം വിട്ടു പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതേസമയം സിദ്ദിഖ് എവിടെയാണ്? സിദ്ദിഖും പോലീസും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണോ ഈ നാടകം എന്നൊരു സംശയം ഇതിനകം പൊതുജനങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. കാരണം ഇത്രത്തോളം വിപുലമായ രൂപത്തിൽ അന്വേഷിച്ചിട്ടും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയാത്ത പോലീസിനും വലിയ നാണക്കേടായി മാറുകയാണ്. അതേസമയം പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം അപേക്ഷ നൽകിയ ഒരു പശ്ചാത്തലത്തിൽ തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ് നടപടികളിലേക്ക് കടക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി പോലീസ് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും സിദ്ദിഖിന്റെ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും എന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ സിദ്ദിഖിന്റെ അഭിഭാഷകർ നടത്തുന്നുണ്ട്. തിങ്കളാഴ്ച ജാമ്യാപേക്ഷ പരിഗണിച്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ സിദ്ദിഖിന് ഒന്നുകിൽ കീഴടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അറസ്റ്റിന് വിധേയനാകേണ്ടി വരും. എന്തായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ വിധി എന്തായിരിക്കും എന്നതിനാണ് അന്വേഷണ സംഘവും കാത്തിരിക്കുന്നത്. അതുവരെ സിദ്ദിഖിനെ പിടികൂടണ്ട എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ഒത്തുകളിയുടെ അല്ലെങ്കിൽ ഈ ഒരു നാടകത്തിൻ്റെ ഭാഗമായി തന്നെയാണ് സിദ്ദിഖ് ഇപ്പോഴും പിടികൊടുക്കാതെ, അല്ലെങ്കിൽ സിദ്ദിഖിനെ പിടികൂടാതെ ഇരുട്ടിൽ തപ്പുന്നു എന്ന രൂപത്തിൽ പോലീസ് മുന്നോട്ട് പോകുന്നത്. ലിബീഷ്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരും വരെ സിദ്ദിഖിനെ പിടികൂടാതെ ഒളിച്ചുകളി തുടരുകയാണ് പോലീസ്. വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.